വകാന യൂസുഫ് ബിൻ അസ്ബാത്ത് റഹിമഹുല്ലാഹു തആല യഖൂൽ. മഹാൻ പറയുന്നു, ലമ്മാ മാത സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല, സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല വഫാത്തായപ്പോൾ ഖാലൻ നാസു ലിൽ ഖുറായി, മഹാന്റെ കാലത്തുള്ള പണ്ഡിതന്മാർ, ഓത്തുകാരൊക്കെ ഓരോട് പറയുകയുണ്ടായി ജനങ്ങളൊക്കെ, മആശൽ ഖുറാൻ, ഓത്ത് അറിയുന്ന സമൂഹമേ, പണ്ഡിതരെ, കുലുൽ ആന, ഇപ്പൊ നിങ്ങൾ നല്ലോണം തിന്നോളി, അദ്ദുന്യ, ദുന്യാവിനെ, ബിദ്ദീനി, ദീനിന് പകരുന്ന. അപ്പൊ സുഫിയാൻ സൗരി മരിച്ചപ്പോ ജനങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ? ജനങ്ങൾ പറഞ്ഞ എന്താ? ദുന്യാവ് നല്ലോണം ഭക്ഷിച്ചോളി, ദീൻ വിറ്റ് കാസായിക്കോളി. അപ്പൊ പറയുന്ന അർത്ഥം അത് സുഫിയാൻ സൗരി മരിച്ചപ്പോഴാണ് പറയണത്. അതിന് കാരണമുണ്ട്. ചില പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്കൊക്കെ പറയാൻ പേടിയുണ്ടാവും, ഒന്നും ചെയ്യാനും പറ്റൂല. ആ പണ്ഡിതനെ വഫാത്തായ പിന്നെ എല്ലാവരും ഇളകുവാണ്. എന്ന മാരിപ്പോ തുടങ്ങിയത്. പക്കത്ത് മാധവ് സൗരിയോ, സുഫിയാൻ സൗരി വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തേ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കൗനി ഖാൻ അഷദ്ദന്നാസി ഹള്ളൻ അൽ ഖുർആൻ, അക്കാലത്തുള്ള പണ്ഡിതന്മാരെക്കാളും മൗത്തുകാരെക്കാളൊക്കെ, ഭാര്യ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ തന്നെയാണ്, അവരെക്കാളൊക്കെ ഭാഗ്യം ലഭിച്ച ശക്തനായ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവർ. പിന്നെ വലി കസരത്തി മുനാഖശത്തിഹി ലഹും റഹിമഹുല്ലാഹു തആല, സുഫിയാൻ സൗരി അക്കാലത്തുള്ള പണ്ഡിതന്മാരോടൊക്കെ നല്ലോണം എതിർപ്പുള്ള ആളായിരുന്നു. കാരണം ദുന്യാവ് മോഹിച്ച് നടക്കുന്ന ആൾക്കാരോടൊക്കെ ആ പണ്ഡിതന് എതിർപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു ഭാഗ്യം ലഭിച്ച, ഇത്തരം തെറ്റ് ചെയ്ത പണ്ഡിതന്മാരോട് കൂട്ടുകൂടാത്ത, തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഗൗരവത്തിൽ പെരുമാറുന്ന ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി വഫാത്തായപ്പോൾ പേടി തീർന്നല്ലോ. അതാണ് ഞങ്ങളെ പറഞ്ഞതിന്റെ അർത്ഥം. ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ലം തസാൽ ഉലമാഉ ഫീ കനഫില്ലാഹി തആല, അല്ലാഹു തആലാന്റെ നിരീക്ഷണത്തിലും അല്ലാഹു തആലാന്റെ അധീനതയിലുമായിരിക്കും പണ്ഡിതന്മാര്. ഏത് കാലത്തോളം? മാലയ്യമിൽ ഖുറാഹും ഇലാ ഉമറാഇഹിം ബിൽ മഹ്ബത്തി, അക്കാലത്ത് അവരുടെ കൂട്ടത്തിലുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാർ സ്നേഹിച്ചുകൊണ്ട് ഭരണാധിപന്മാരിലേക്ക് ചായുക. ആ ചായ ഇല്ലാത്ത കാലത്തോളം, ആ ഉമറാക്കളെ സ്നേഹിച്ച് നടക്കുക, അതില്ലാത്ത കാലത്തോളെ അല്ലാഹു തആല പണ്ഡിതന്മാരെ സംരക്ഷിക്കുള്ളൂ. ഫൈദാ മാലു ഇലൈഹിം, അങ്ങനെ ഉമറാക്കളിലേക്കും ഭരണാധിപന്മാരിലേക്കും ഈ പണ്ഡിതന്മാർ ചാഞ്ഞാൽ, അല്ലാഹു തആല യദഹു അൻഹും, അല്ലാഹു ആ പണ്ഡിതരെ തൊട്ട് അള്ളാന്റെ ഖുദ്റത്ത് ഉയർത്തിക്കളയും. അപ്പൊ അള്ളാഹു അവർക്ക് സംരക്ഷണം കൊടുക്കൂല. അവര് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുവാൻ ദീൻ ചര്യന്മാരാണ്, ദീൻ പൊളിയന്മാരാണ്. അപ്പൊ അല്ലാഹു തആല അത്തരം പണ്ഡിതന്മാർക്ക് സഹായം നൽകൂല എന്നർത്ഥം. വസല്ലത അലൈഹിമുൽ ജബാബിറത, ഈ പണ്ഡിതന്മാരുടെ എതിരിൽ അധികാരികൾ നടത്താൻ അക്രമകാരികളായ അധികാരികൾ അല്ലാഹു തആല വെക്കും. അങ്ങനെ സാമൂഹം സുഅൽ അദാബ്, വളരെ മോശമായിരിക്കുന്ന ശിക്ഷ ഈ പണ്ഡിതന്മാരെ അവർ രുചിപ്പിക്കുകയും ചെയ്യും. പണ്ഡിതനായി നിൽക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് അതുമായി മല്ലടിച്ച് അതിനെ സ്നേഹിച്ച് നടക്കുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അള്ളാഹു അവരെ കൈവെടിഞ്ഞു. പിന്നെ അവരെ നിയന്ത്രിക്കുന്നതും അവരെ ഭരിക്കുന്നതൊക്കെ അക്രമകാരികളായ ഭരണാധിപന്മാരും ഒക്കെ ആയിരിക്കും. നമ്മളെ കണ്ണിനെ പോലെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ശത്രുക്കളെ കുറിച്ചുള്ള പേടി ഈ പണ്ഡിതന്മാരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കും. അനങ്ങാൻ പേടിയാണല്ലോ. എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാരാ രൂപത്തിൽ നിൽക്കാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേടി ഉണ്ടാകും. മോശമായ ശിക്ഷ രുചിപ്പിക്കും. അക്രമകാരികളായ ആളുകളെ അല്ലാഹു തആല അധികാരികളാക്കും. ഇതൊക്കെ അതിന് കാരണമാണ്. വകാന ഫർഖദു സബ്ഖി റഹിമഹുല്ലാഹു തആല, മഹാൻ, ലം യസൽ യൽബസുൽ കിസാ, കരിമ്പടം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. വഖാലഹുൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ്,
ഹസൻ ബസീർ റഹ്മഹുള്ള ചോദിച്ചു മൂപ്പരോട്, ആ തുഹിബു അന്നലക ഫളൻ അലന്നാസി ബി കസായിക ഹാദാ, ജനങ്ങളെക്കാളും ശ്രേഷ്ഠവാനാവണം താങ്കൾ എന്ന് ഈ കരിമ്പടം ധരിച്ചുകൊണ്ട് താങ്കൾ എന്താക്കുന്നുണ്ട്? ഈ വസ്ത്രം, കരിമ്പടം തന്നെ ഈ വസ്ത്രം, അങ്ങനത്തെ വസ്ത്രം എടുത്തുകൊണ്ട് ജനങ്ങളെക്കാൾ ഉന്നതനാവണം എന്ന് താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന കത് വറദ അന്ന അക്സറ അഹിരിന്നാരി അസ്ഹാബുൽ അക്സിയ. എന്താന്ന് വെച്ചാല് ഹദീസിലൊക്കെ കാണുന്ന നരകത്തിൽ അധിക ആൾക്കാരും എന്താണ്? ഇത്തരം മുന്തിയ വസ്ത്രമൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ ആവണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത കുഴപ്പമൊന്നുമില്ല. പൗറും ഡമ്പും അടിച്ച് വസ്ത്രം നടന്നാൽ ബുദ്ധിമുട്ടാവും എന്നർത്ഥം. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് പണ്ഡിത വേഷം ധരിക്കാനും മുന്തിയ വസ്ത്രം എടുക്കാൻ പാടില്ല, അതിനർത്ഥമൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആൾക്കാരായപ്പോൾ ഇതൊക്കെ ഓർക്ക് എന്താവും? വളരെ മോശമായിട്ട് കാണുള്ളൂ അർത്ഥം. അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക് അത്തരം മുന്തിയ വസ്ത്രം മാറൊന്നും കഴിയൂലല്ലോ, അതിന് ടൈമില്ല ഓർക്ക്. അവരത്ത് മറക്ക ഇബാദത്ത് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പൊക്കത് തീര മരണത്തിന്റെ മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹു തആല ഒരിക്കൽ മാലിക് ബിൻ ദീനാർ തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, മാലനാ നറാക തുഅരിദു അൻ ശാബിൽ ഖാരിഇൻ നാസിക്, ഇബാദത്ത് ചെയ്യുന്ന പണ്ഡിതനായ ഒരു യുവാവ്, ആ യുവാവിനെ തൊട്ട് ആ വിഭാഗത്ത് അയാൾക്കുണ്ട്, ഓത്താകെ അറിയാം, ഇങ്ങനെയൊക്കെയുള്ള ഇൽമുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ തൊട്ട് താങ്കൾ തിരിഞ്ഞു കളയുന്നതായിട്ട് ഞങ്ങൾക്കെന്താ? അങ്ങനെ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഫഖാല മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നമാ അഅരിദു അൻഹു, ഞാൻ അദ്ദേഹത്തെ തൊട്ട് തിരിഞ്ഞു വരുമ്പോ, ഇന്നമാ അഅരിദു അൻഹു, ഞാൻ അദ്ദേഹത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്നത് ലികസറത്തി തജ്രീബീരിൽ ഖുർആ, ഞാൻ ഖുർആനുകളുമായി നല്ലോണം പരീക്ഷ നടത്തിയ ഒരാളാണ്. അങ്ങനെ കാര്യങ്ങളെ നല്ലോണം പരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ, നല്ലോണം പരീക്ഷിക്കും. അത്തരം ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അയാളെ തൊട്ട് തിരിഞ്ഞു കളയുന്നത്. അപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാ അതിന്റെ അർത്ഥം. വഖദ് കാന ഹുദൈഫത്ത് ബിൻ യമാൻ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുമായിരുന്നു, ഇന്നി ലഅക്റഹു ലിആലിമി, ഒരു പണ്ഡിതന് ഞാൻ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്? അൻ യഖുർബ മിൻ അബ്വാബിൽ ഉമറായി, ഭരണാധിപന്മാരുടെ കവാടത്തിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക പണ്ഡിതൻ. അത്തരം പണ്ഡിതന്മാരോട് എനിക്ക് വെറുപ്പായിരുന്നു. കാരണം എന്താ? വഇന്നഹ, അമീറന്മാരുടെയും ഭരണാധികാരികളുടെയും കവാടങ്ങളൊക്കെ മവാഖിഫുൽ ഫിത്നി ഫീ ദാരി ദുനിയ, ദുന്യാവിന്റെ വീട്ടിൽ ഫിത്ന നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഫിത്ന ഉണ്ടാവും, അവിടുന്ന് ആ ഫിത്നയൊക്കെ വരാന്ന്. അതുകൊണ്ട് അമീറന്മാരുടെയും ഉമറാക്കന്മാരുടെയൊക്കെ വാതിൽക്ക് ചെന്ന് നിൽക്കല് എനിക്ക് വെറുപ്പാണ്. നിലവിൽ തങ്ങൾ പറയുന്നു, സുൽത്താൻ, സുൽത്താൻമാരുടെയും ഭരണാധിപന്മാരുടെയും ഒക്കെ കവാടങ്ങൾ ദൂരീകരിക്കുക. ആ ദൂരീകരണത്തെ കുറിച്ച് നല്ലോണം ഞങ്ങൾ പഠിക്കുന്നവരായിരുന്നു. ഏതുപോലെ പഠിക്കും? കമാനത്ത് അല്ലമു സൂറത്താവില്ലായത്തവൽ ഖുർആൻ, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഒരു സൂറത്ത് എങ്ങനെ പഠിക്കുമോ, അല്ലെങ്കിൽ ഒരു ആയത്ത് എങ്ങനെ പഠിക്കുമോ, വളരെ ശ്രദ്ധയോടുകൂടിയല്ലേ. അതുപോലെ തന്നെയാണ് രാജാക്കന്മാരുടെ കവാടങ്ങളും ഞങ്ങൾ വളരെയധികം ദൂരീകരിക്കാൻ വേണ്ടി നല്ലോണം പഠിക്കുന്നവരായിരുന്നു. അതൊന്നും പണ്ഡിതോചിതമല്ലാത്ത കാര്യങ്ങൾ ഈ പറയണമൊക്കെ. പണ്ഡിതനാണെങ്കിലോ ഭരണാധിപന്മാരെ അടുത്ത് കൂടൂല, അങ്ങനെയൊക്കെ ഉണ്ട്. മഹാൻ പറയുന്നു, ഇതാ റായത്തുൽ ആലിമ, ഒരു പണ്ഡിതനെ നിങ്ങൾ കാണുകയാണെങ്കിൽ, സുൽത്താൻ, ഭരണാധിപന്മാരുടെ കവാടങ്ങൾ ചുറ്റിപ്പറ്റി എപ്പോഴും ഒരു പണ്ഡിതൻ കാണാം. അങ്ങനെ ഒരു പണ്ഡിതനെ നിങ്ങൾ കാണുകയാണെങ്കിൽ പോവലിസ്റ്റിന് അവൻ കള്ളനാദിയില്ലേ. കാരണം അദ്ദേഹം ദീനിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല, ദീൻ വിറ്റ് കാസാക്കാണ് പണിയുന്നത്. ഇങ്ങനെയാണ് ഓരോ മഹാന്മാരുടെ അഭിപ്രായങ്ങൾ. ഇനി മറ്റൊരു മഹാനായ വക്കാന മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, സുഹബത്തു സുൽത്താനി, ഭരണാധിപനുമായുള്ള കൂട്ടുകെട്ട്, മുഖാത്തറത്തുൻ അദീമത്തുൻ, വലിയൊരു അപകടം വിളിച്ചു വരുത്തും. അപ്പൊ പണ്ഡിതന്മാരൊന്നും ഈ പറയുന്ന സുൽത്താൻമാരോ അമീറന്മാർ ഉമറാക്കളടുത്തൊന്നും പോകാൻ പാടില്ല, ഓരോ കൂട്ടുകെട്ട് പാടില്ല. ഫഇന്നക, നിശ്ചയമായിട്ടും നീയ്, എന്താ വലിയ അപകടം എന്ന് പറയാൻ കാരണം? നിശ്ചയമായിട്ടും നീയ് ഇന്നതഹു, രാജാവിന് നീ വഴങ്ങിയാലോ,
അപ്പൊ പിന്നെ ഇതിന്റെ ദീൻ കൊണ്ട് നീ അപകടത്തിലായി. ഇനി സുൽത്താൻ നീ എതിര് ചെയ്താലോ ഹാത്തർത്തബിനഫ്സിക്ക, നിന്റെ ശരീരത്തെ നീ അപകടത്തിൽപ്പെടുത്തിയെന്നാണ്. അപ്പൊ രണ്ടായാലും പ്രയാസമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി എന്താ നല്ലത്? വസ്സലാമത്തു, അപ്പോ രക്ഷാമോചനം. അല്ലാത്ത അരിവഹുവലായി അരിവുക്ക, രാജാവിനെ നീ അറിയണ്ട, രാജാവ് നിന്നെ അറിയണ്ട, അങ്ങനെ പരസ്പരം അറിയാത്ത വിധത്തിൽ ജീവിക്കുക, അതാ നല്ലതെന്ന്. അപ്പൊ കാല മഹാൻ പറയുന്നു എന്ത്? ഭരണാധിപനുമായി കൊണ്ട് സുഹരി ഇമാം ഇങ്ങനെ കൂടിക്കലർന്നപ്പോൾ ആ മാലയിൽ സുക്കാദു, അക്കാലത്തുള്ള ദായിദീങ്ങളായ പണ്ഡിതന്മാർ എണീറ്റ് നിന്നു, അദ്ദേഹത്തിന് എതിര് നിന്നു. എന്നിട്ട് വക്കാലു, അവർ ചോദിച്ചു, അത് ആനസ്തഹു, ഭരണാധിപന്റെ ഒറ്റപ്പെട്ടുള്ള സമയം, അദ്ദേഹത്തെ ഒറ്റപ്പെട്ട് കിട്ടുന്ന സമയം ഉണ്ടാവും. ആ വയസ്സത്ത് താങ്കൾ എന്താണ് നേരം പോക്കാക്കി എടുക്കുകയാണോ എന്ന് ചോദിച്ചു. ആനസ്തഹു, അത് ഈനാസുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ അർത്ഥം എന്താ? അപ്പൊ ഭരണാധിപന്മാരുമായി സല്ലപിക്കുവാനും വർത്താനം പറയാനും കൂടാനൊക്കെ റെഡിയാകണോ? അതൊരു പണ്ഡിതന് യോജിച്ചതല്ല എന്നർത്ഥം. ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ഫുളൈൽ തങ്ങൾ പറയുന്നു, മൻ യഅതി ബിൽ ഫറായിദ് ഫഖത്ത് വലാ യദ്ഖുലു അല സുൽത്താനി ഖൈറും മിമ്മൻ യസൂമുൻ നഹാറ വയഖൂമുൽ ലൈല വയുജാഹിദു വയഹുജ്ജു വയദ്ഖുലു അല സുൽത്താൻ. ഫർള് മാത്രം എടുക്കുക, പക്ഷേ അദ്ദേഹം സുൽത്താൻ അടുത്തേക്ക് പോണില്ല, ഭരണാധിപന്റെ അടുത്തേക്ക് പോകുന്നില്ല. സുന്നത്തൊന്നും ഇയാൾ എടുക്കുന്നില്ല, ഫർള് മാത്രം എടുക്കുന്നുള്ളൂ. എന്നാൽ രാജാവുമായി ബന്ധപ്പെടാതെ ഫർള് മാത്രം എടുക്കുന്ന ഒരാള്, അയാളാണ് ഖൈർ, ഉത്തമൻ. ആരേക്കാൾ? മിമ്മൻ യസൂമുൻ നഹാറ, പകല് മുഴുവൻ നോമ്പ് നോൽക്കുന്നവനേക്കാൾ, യഖൂമുൽ ലൈല, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവനേക്കാൾ, വയുജാഹിദ്, യോദ്ധാവായി പ്രവർത്തിക്കുന്നവനേക്കാളും, വയഹുജ്ജു, ഹജ്ജ് ചെയ്യുന്നവനേക്കാളും. എന്നിട്ട് വയദ്ഖുലു അല സുൽത്താൻ, ഈ അമലൊക്കെ ചെയ്യുന്നുണ്ട്, അതോടുകൂടെ ഭരണാധിപനുമായി കൂട്ടുകൂടുന്നു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഇയാളേക്കാൾ, എത്ര വലിയ ആബിദാണെങ്കിലും ഇയാളേക്കാൾ നല്ലത് ഭരണാധിപനുമായി ബന്ധമില്ലാതെ കടന്നു ചെല്ലാതെ വെറും ഫർള് കൊണ്ടുവരികയാണെങ്കിൽ അവനാണ് നല്ലവൻ. അത്രത്തോളമായിരിക്കും പണ്ഡിതന്മാരായി കാണേണ്ടത് എന്നർത്ഥം. അവിടെ തെറ്റിയാൽ അപകടമാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇദാ റഅയ്തുമുൽ ആലിമ യഅതിൽ ഖാദിയ ലിഗൈരി ഹാജത്തിൻ, ഒരാവശ്യമല്ലാതെ വെറുതെ ഇങ്ങനെ കാതിയെടുത്തു പോവുക. വിധികർത്താവേ, ആ വിധികർത്താവിന്റെ അടുത്തേക്ക് ഒരാവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ചെല്ലുക. അങ്ങനെ പോകുന്നൊരു പണ്ഡിതനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അലാ തശ്ഹദു ബിഹി ബിൽ ഖൈരി, അദ്ദേഹത്തിൽ നന്മ കൊണ്ട് നിങ്ങൾ സാക്ഷി നിൽക്കരുത്. വലാ തുസല്ലിമു അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ സലാമും പറയരുത് എന്നാണ്. അതിന്റെ അടുത്തേക്ക് വെറുതെ ചെന്നീന. ഖാദിമാർ ഇസ്ലാമിക ഖാദി മാത്രമല്ല ഈ പറയണത്, വിധികർത്താക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അദ്ദേഹത്തെ കുറിച്ച്, ചെല്ലുന്ന പണ്ഡിതനെ കുറിച്ച് പറയാനുള്ളത് അയാൾക്ക് നന്മല്ല, സലാനും പറയണ്ട, അത്രയും ഗൗരവമാണെന്ന് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ദീൻ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തോളൂ എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്. മഹാൻ പറയുന്നു, മകസ്തു ലൈലത്തൻ കാമിലത്തൻ, ഒരു പരിപൂർണ രാത്രി ഞാൻ താമസിച്ചു ഉറങ്ങാതെ, അതവക്കുറു, അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഈ കരിമത്തിൻ തുറബി സുൽത്താന, ഭരണാധിപനെ തിരുപ്പതിപ്പെടുന്ന വചനം, വലം ദുസ്തില്ലാഹ തആല, അല്ലാഹു തആലയെ ദേഷ്യം പിടിപ്പിക്കുകയുമില്ല. അപ്പൊ അല്ലാഹു തആല ദേഷ്യം പിടിപ്പിക്കാത്ത വിധം ഭരണാധിപനെ തിരുപ്പതിപ്പെടുന്ന വചനം വല്ലതുമുണ്ടോ ചിന്തിച്ച് ഒരു രാത്രി പരിപൂർണമായി ഉറങ്ങാതെ ഞാൻ കിടന്നു എന്നാണ്. എന്നിട്ടോ ഫലം മജിദ്ഹ, എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നോക്കുക എന്നല്ലാതെ ഇപ്പൊ ഭരണാധിപന്മാരെ ഇഷ്ടപ്പെടുത്താനും പൊറുക്കാനും നോക്കിയിട്ട് കാര്യമില്ല. അള്ളാഹ് നോക്കുക.
وكان الأصمعي رحمه الله تعالى يقول മഹാൻ പറയുന്നു شرار الأمراء أبعدهم من العلماء وشرار العلماء أقربهم من الأمراء. അമീറന്മാരിൽ നിന്ന് മോശാരികൾ, ഭരണകർത്താക്കളിൽ നിന്ന് അമീറന്മാരല്ല ഉമറാക്കൾ, ഭരണാധിപന്മാരായ ആൾക്കാരാണ് അവരിൽ മോശക്കാര്. അബ്അദുഹും മിനൽ ഉലമാ, പണ്ഡിതരുമായി അവർ പച്ചകന്നു പോകലാണ്. ഈ സുൽത്താൻമാർക്കും അമീറന്മാർക്കും പണ്ഡിതന്മാരുമായി യാതൊരു ബന്ധമില്ല. അങ്ങനെ വരുമ്പോ മോശമാണ് കാര്യങ്ങൾ. ശിറാറുൽ ഉലമാഇ അഖ്റബുഹും മിനൽ ഉമറാ, പണ്ഡിതരിൽ മോശമായ ആൾക്കാരാരാണ്? അവരിൽ നിന്ന് ഭരണാധിപന്മാരുമായി അടുത്തവരാരോ അവരാണ്. ആ ഭരണാധിപന്മാരുമായി അടുത്തു നിൽക്കുന്ന പണ്ഡിതന്മാർ മോശം, ഉലമാക്കളെ തൊട്ട് അകന്നു നിൽക്കുന്ന ഉമറാക്കൾ മോശം. ഇങ്ങനെയാണ്. അപ്പൊ ഉമറാക്കൾക്ക് പണ്ഡിതന്മാരുമായി ബന്ധമാണ്. പണ്ഡിതന്മാർ എന്ത് വേണം? ഉമറാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കല്ല വേണ്ടത്. ഫഖദ് ദക്കർനാ ജുംലത്തും മിനൽ അഹാദീസിൽ മുഹദ്ദിറത്തി മിൻ ഖുർബിൽ ഉമറാഇ. ഉമറാക്കളുടെ അടുപ്പത്തെ ഭയപ്പെടുന്ന ഒരുപാട് ഹദീസുണ്ട്. ആ ഹദീസിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെ? ഈ കിതാബിൽ ഉഹൂദിൽ മുഹമ്മദിയ, ഉഹൂദിൽ മുഹമ്മദിയ എന്ന് പറയുന്ന കിതാബ് രചിച്ചിട്ടുണ്ട്. അതിലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കിതാബ് നീ പരിധിക്കോ. ഫതഅമ്മൽ ബി നഫ്സിക, നിന്റെ മനസ്സിൽ നീ ചിന്തിക്കുക. ഹൽ അൻത മുതഖല്ലിഖും ബിൽ അഖ്ലാഖിൽ ഹസനത്തി, ഇവിടെ ചർച്ച ചെയ്ത സൽ സ്വഭാവങ്ങളെ കൊണ്ട് താൻ സ്വഭാവം സിദ്ധിച്ചവനായിട്ടുണ്ടോ? ഇല്ല. കമാ കാന സലഫുക, നിന്റെ സലഫുക എങ്ങനെയായിരുന്നു അതുപോലെ നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാതെ പിന്തി നിൽക്കുകയാണെങ്കിൽ എന്ത് പറയാൻ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിനാണ് അല്ലാഹുവിന്റെ സ്തുതി. ആ വിഷയമാണ് കഴിഞ്ഞു. അതോടെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് പിന്നെടുക്കാം.